ഡിംഗമത വിശ്വാസികൾ അക്ഷയ ജട്ടിയ ദിനം ആചരിക്കുന്നു. 9-ന് വൈകിട്ട് തലശ്ശേരി പുതിയ സ്റ്റാൻഡ് പരിസരത്താണ് പരിപാടി നടക്കുകയെന്ന് സംഘാടകർ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ ഡിംഗമത വിശ്വാസികൾ മെയ് 9 തിങ്കളാഴ്ച തലശ്ശേരിയിൽ ഒത്തുകൂടി അക്ഷയ ജട്ടിയ ദിനം ആചരിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൈകിട്ട് 3:30 ചേർന്ന യോഗത്തിൽ ഡിംഗഭഗവാന്റെ പ്രതിരൂപം ആലേഖനം ചെയ്ത ചുവന്ന ജട്ടികൾ വിശ്വാസികൾ ധരിക്കും. ഇത് ധരിച്ചാൽ വർഷം മുഴുവൻ ജീവിതം ഐശ്വര്യപൂർണ്ണമാവുമെന്ന് ഡിംഗപുരാണത്തിലുണ്ടെന്ന് സംഘാടകർ വിശദീകരിച്ചു. ഡിംഗന്റെ അമാനുഷികമായിട്ടുള്ള കഴിവുകൾ, ആ കഴിവുകളിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ ആ കഴിവുകളെ ഉയർത്തിക്കൊണ്ടുവരിക, ആ കഴിവിനെ ഒരു ദൃഷ്ടാന്തമാക്കുക, ഇതാണ് ഡിംഗമതം ചെയ്യുന്നത്. മറ്റു മതങ്ങളൊക്കെ ഈ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അന്ധവിശ്വാസം വളർത്തുമ്പോൾ ഡിംഗമതം തിരിച്ചാണ്. ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അന്ധവിശ്വാസങ്ങളെ നശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതാണ് ഡിംഗമതത്തിന്റെ രീതി. മറ്റു മതങ്ങളും ഡിംഗമതം തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഡിംഗമതത്തിന്റെ ആചാരം തന്നെ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള പോരാട്ടങ്ങളാണ്. 50 രൂപ നിരക്കിൽ തത്സമയം വിശുദ്ധ ജട്ടി ലഭ്യമാകും. ഡിംഗോയിസ്റ്റുകളുടെ യുവജന വിഭാഗമായ മൂഷിക സേനയാണ് അക്ഷയ ജട്ടിയ ദിനം സംഘടിപ്പിക്കുന്നത്. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെയുള്ള ബോധവൽക്കരണം കൂടിയാണ് അക്ഷയ ജട്ടിയ ദിനാചരണം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അശ്വിൻ പിണറായി, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, നിഷാദ് നെടുമ്പ്രം, സുനീഷ് വടക്കുംപാട് എന്നിവർ